ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4-ലെ EVS ആണ്. യൂണിറ്റ് 6 മാർവൽ ഓഫ് സ്കൈ എന്ന ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് മാർവൽ ഓഫ് സ്കൈയുടെ മീനിങ് ആകാശത്തെ അത്ഭുതങ്ങൾ. കടലിനപ്പുറം എങ്ങോ പോയി സൂര്യൻ താണുമറയുമ്പോൾ മാനത്തമ്പിളി പൂത്തു വിടർന്നു, ചുറ്റും താരകൾ മിന്നുന്നു. അപ്പൊ ഇതാണ് നമുക്ക് 4 വരി പദ്യമാണ് ആദ്യം തന്നിട്ടുള്ളത്. ഈ പദ്യത്തിന്റെ മീനിങ് എന്താണ് നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലേ. മാനത്ത് കടലിനക്കരെ പോയിട്ട് സൂര്യൻ മറയും. സൂര്യൻ കടലിനക്കരെ പോയി മറയുമ്പോൾ ആകാശത്ത് ആര് വരും? അമ്പിളിമാമനും വരും, നക്ഷത്രങ്ങളും വരും. ഇതാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ള പോം. ഹാവ് യു ഒബ്സർവ് ദ നൈറ്റ് സ്കൈ? രാത്രിയുള്ള ആകാശം നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? വാട്ട് ആർ ദ സൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ സ്കൈ ഡ്യൂറിങ് നൈറ്റ്? അപ്പോൾ രാത്രി നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? നക്ഷത്രങ്ങളും ചന്ദ്രനുമാണ് നമ്മൾ രാത്രി കാണാറുള്ളത്, അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ സൈറ്റ്സ് ദ ഡേ സ്കൈ ഡ്യൂറിങ് ഡേ ടൈം? അപ്പോൾ പകൽ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ആകാശത്ത് കാണാറുള്ളത്? മേഘങ്ങളും സൂര്യനുമാണ് കാണുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ക്യാൻ ദ സൺ ബി സീൻ ഇൻ ദ മോർണിംഗ്? രാവിലെ പ്രഭാതത്തിൽ സൂര്യൻ ഏത് വശത്തായിരിക്കും ഉണ്ടാവുക? ഏത് വശത്തു നിന്നാണ് ഉദിച്ചു വരിക? ഈസ്റ്റേൺ സൈഡിലാണ്, ഇപ്പൊ ഈസ്റ്റിലാണ്. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ആകുമ്പോൾ വെസ്റ്റിലാണ് പോയി അസ്തമിക്കുന്നത്, അല്ലെ? വാട്ട് ആർ ദ സ്ഫെറിക്കൽ ബോഡീസ് ഇൻ ദ സ്കൈ? ഇനി നമ്മൾ ആകാശത്ത് കാണുന്ന ഗോളങ്ങൾ എന്തെല്ലാമാണ്? ആകാശഗോളങ്ങൾ ഏതെല്ലാമാണ്? സണ്ണും മൂണും സ്റ്റാർസും ആണ് നമ്മൾ കാണുന്നത്, അല്ലെ? നമുക്ക് നേക്കഡ് ഐ അല്ലെങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് സണ്ണും മൂണും സ്റ്റാറും ആണ്. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇൻ വിച്ച് വി ലിവ്? നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ ഷേപ്പ് എന്താണ്? ശരിക്ക് പറഞ്ഞാൽ ഒബ്ലേറ്റ് സ്പിയർ ആണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്. ഒബ്ലേറ്റ് സ്പിയർ, അതായത് നടുഭാഗത്ത് പോളിന്റെ ഭാഗത്ത് പോളിന്റെ നടുഭാഗങ്ങളിൽ രണ്ടും കുറച്ച് ഉള്ളിലേക്ക് തള്ളിയും പുറത്തേക്കുള്ള ഭാഗത്ത് ബൾജ് ചെയ്തിട്ടും ആണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല, കറക്റ്റ് സ്പെറിക്കൽ ഷേപ്പ് അല്ല, അത് ഒബ്ലേറ്റ് സ്ഫിയർ ആണ്. നോർത്ത് ഇത് നോക്കൂ, ലിറ്റിൽ ഫ്ലാറ്റ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം അറ്റ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. സോ earth shape is an oblate sphere. Does the earth move? ഭൂമി ചലിക്കുന്നുണ്ടോ? How does the earth move? അപ്പം ഭൂമി എങ്ങനെയാണ് ചലിക്കുന്നത്? You already know how day and night occurs. നിങ്ങൾക്ക് നേരത്തെ അറിയാം എങ്ങനെയാണ് പകലും രാത്രി ഉണ്ടാകുന്നത്. ഭൂമി ചലിക്കുന്നത് കൊണ്ടാണ്, അല്ലെ? റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്, ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. എർത്ത് മൂവ് ഇൻ ഇറ്റ് ഓൺ ആക്സസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൌണ്ട് ദ സൺ. ഇപ്പൊ ഭൂമിയുടെ അച്ചുതണ്ടിൽ കറങ്ങുകയും ചെയ്യും, അതുപോലെ സൂര്യന് ചുറ്റും റിവോൾവും ചെയ്യും, ഭ്രമണവും ചെയ്യും. ഡസ് ദ മൂൺ മൂവ് ലൈക്ക് ദ എർത്ത്? ഇനി മൂണും എർത്തിനെ പോലെ ചലിക്കുന്നുണ്ടോ? മൂണും എർത്തിനെ പോലെ ചലിക്കുന്നുണ്ട്, അല്ലേ? ലെറ്റ് us understand the movement of earth around the sun and the movement of moon around the earth by observing the figure given below. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ഫിഗർ നോക്കിയിട്ട് മൂണിന്റെയും എർത്തിന്റെയും മൂവ്മെന്റ് പഠിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എർത്ത് സ്വന്തമായിട്ട് ആ റെഡ് ലൈൻ കണ്ടില്ലേ? ഈ റെഡ് ലൈനിന്റെ അർത്ഥം എന്താണ്? ആ ആരോ കാണിച്ചിരിക്കുന്നത് എർത്ത് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? റിവോൾവ് ചെയ്യുന്നുണ്ട്, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇനി മൂണിന്റെ കാര്യം നോക്കൂ. മൂണിന്റെ അവിടെ റെഡ് ആരോ കാണിച്ചിട്ടില്ലേ? അത് മൂൺ സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, എർത്തിന് ചുറ്റും റിവോൾവും ചെയ്യുന്നുണ്ട്. അതാണ് ആ 2 ആരോകൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? എർത്ത് റൊട്ടേറ്റ്സ്, കോസസ് ഡേ ആൻഡ് നൈറ്റ്. Earth revolves round the sun, cause seasons. Moon revolves round the earth, cause phase of the moon. അപ്പൊ മൂണ് ഈ ഭൂമിയുടെ ചുറ്റും റിവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മൂണിനെ പല കഷ്ണങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. കണ്ടക്ട് എ റോൾ പ്ലേ along with your classmates to demonstrate the movement of earth around the sun and the movement of moon around the earth. ഇനി ഒരു കുട്ടിയെ സൂര്യനായിട്ടും ഒരു കുട്ടിയെ ചന്ദ്രനായിട്ടും ഒരു കുട്ടിയെ ഭൂമിയുമായിട്ട് നമുക്ക് സങ്കല്പിച്ചിട്ട് ഇതൊരു റോൾ പ്ലേ പോലെ ചെയ്യാം. ക്ലാസ്സിലൊന്ന് പരിക്രമണം, അതായത് റൊട്ടേഷനും റെവല്യൂഷനും ഒക്കെ ഒന്ന് നടത്തി നോക്കാം. വാട്ട് ഈസ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ? എന്താണ് റൊട്ടേഷനും റെവല്യൂഷനും? മൂവ്മെന്റ് ഓഫ് എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ഇത് പഠിക്കണം. മൂവ്മെന്റ് ഓഫ് എർത്ത് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഈസ് കോൾഡ് റെവല്യൂഷൻ. അപ്പോൾ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നും സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ റെവല്യൂഷൻ എന്നുമാണ് പറയുന്നത്.
Construct a working model using balls of different size to demonstrate the movement of Earth around the Sun and the movement of Moon around the Earth. ഇനി നമുക്ക് കുറച്ച് ബോളുകൾ എടുത്തിട്ട് ഈ സൂര്യനും ഭൂമിയും ആ, ചന്ദ്രനും ആയിട്ടുള്ള ഈ ഒരു റൊട്ടേഷൻ്റെയും റെവല്യൂഷൻ്റെയും ഒരു മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. The time required for one rotation of the earth is estimated as 1 day 24 hours. അപ്പോൾ ഒരു പ്രാവശ്യം ഭൂമിക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള സമയമാണ് 24 അവേഴ്സ് എന്നുള്ളത്. ഒരു ദിവസമാണ് നമ്മുടെ കണക്ക്. എർത്ത് റിക്വയേഴ്സ് 1 year ടു കംപ്ലീറ്റ് എ റെവല്യൂഷൻ. അപ്പോൾ ഭൂമിക്ക് ഒരു റെവല്യൂഷൻ, അതായത് സണ്ണിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ചുറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 year ആണ് വേണ്ടത്. 365 and 1/4 days ആണ് വേണ്ടത്. ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത് ഇസ് റിസൾട്ട് ഓഫ് ഇറ്റ്സ് റൊട്ടേഷൻ. ഇപ്പോൾ ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായിട്ടാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. സോളാർ സിസ്റ്റം അടുത്തത്. ഒബ്സർവ് ദ പിക്ചർ. അടുത്ത പിക്ചറിനകത്ത് നമുക്ക് സോളാർ സിസ്റ്റം തന്നിട്ടുണ്ട്. എല്ലാ പ്ലാനറ്റ്സും തന്നിട്ടുണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 പ്ലാനറ്റ്സ് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എന്താ കാണുന്നത്? സോളാർ സിസ്റ്റം ആണ് കാണുന്നത്. വിച്ച് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് റൗണ്ട് ദ സൺ. ഇനി സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന, പരിക്രമണം ചെയ്യുന്ന എന്തെല്ലാം സെലസ്റ്റിയൽ ബോഡീസ് ആണ്, ആകാശഗോളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത്രയും ആകാശഗോളങ്ങളാണ് കാണുന്നത്. ഇതാണ് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ് മൂവ് റൗണ്ട് ദ സൺ ഇൻ ഓവൽ ഷേപ്പ് path. These paths are called orbits. What are peculiarities in their path? പാത്തിന്റെ പെക്യൂലിയാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് റൗണ്ട് ദ സൺ ഇൻ ഡെഫിനിറ്റ് പാത്സ് ആർ നോൺ ആസ് പ്ലാനറ്റ്. അപ്പോൾ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഈ ആകാശഗോളങ്ങളെ പറയുന്ന പേരാണ് പ്ലാനറ്റ്സുകൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളെന്ന്. ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് ഇൻ ദ അറൌണ്ട് ദ സൺ? സണ്ണിന് ചുറ്റും എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ്. വിച്ച് പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ? സണ്ണിന്റെ ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് ഏതാണ്? മെർക്കുറി. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ഫാദസ്റ്റ് ഫ്രം ദ സൺ? ഏത് പ്ലാനറ്റ് ആണ് സണ്ണിൽ നിന്നും കുറെ അകലെയായിട്ടുള്ളത്? നെപ്റ്റ്യൂൺ ആണ് ആ പ്ലാനറ്റ്. ലിസ്റ്റ് ഔട്ട് ദ നെയിം ഓഫ് ദ പ്ലാനറ്റ്സ് ഓൺ ബേസിസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. സണ്ണിൽ നിന്നുള്ള അകലം വെച്ചിട്ട് നമുക്ക് പ്ലാനറ്റ്സിന്റെ പേര് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് പ്ലാനറ്റ്സിന്റെ ഓർഡർ. വിച്ച് സെലസ്റ്റിയൽ ബോഡി റിവോൾവ്സ് റൗണ്ട് ദ സൺ? റിവോൾവ്സ് റൗണ്ട് ദ എർത്ത്. ഇനി ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ബോഡി ഏതാണ്? സാറ്റലൈറ്റ്സ് ആണ്. മൂണാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ സാറ്റലൈറ്റ്, ദ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് റിവോൾവ് റൗണ്ട് ദ പ്ലാനറ്റ്സ് ആർ നോൺ ആസ് സാറ്റലൈറ്റ്സ്. ഇനി പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്ന ഈ സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങളെ പറയുന്ന പേരാണ് സാറ്റലൈറ്റ്സ് എന്ന്. പ്ലാനറ്റിന്റെ ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളെ പറയുന്ന പേരാണ് സാറ്റലൈറ്റ്സ്. സോളാർ സിസ്റ്റം ഈസ് ദ സിസ്റ്റം which consists of the sun, planets which revolve round the sun, satellites of these planets as well as many other celestial bodies. സിസ്റ്റം എന്ന് പറയുന്നത് സണ്ണും സൂര്യനും ഈ 8 ഗ്രഹങ്ങളും ഈ 8 ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത്? സൺ, ദ പ്ലാനറ്റ്സ് വിച്ച് റിവോൾവ് റൗണ്ട് ദ സൺ, സണ്ണും സണ്ണിന്റെ ചുറ്റുമുള്ള പ്ലാനറ്റ്സും, സാറ്റലൈറ്റ്സ് ഓഫ് ദീസ് പ്ലാനറ്റ്സ്, ഈ പ്ലാനറ്റ്സിനുള്ള സാറ്റലൈറ്റ്സ്. അപ്പോൾ എല്ലാ പ്ലാനറ്റ്സിനും സാറ്റലൈറ്റ്സ് ഉണ്ട്. വീനസിന് മാത്രമാണ് സാറ്റലൈറ്റ് ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും സാറ്റലൈറ്റ്സ് ഉണ്ട്. ലെറ്റ്സ് ഹാവ് എ ട്രിപ്പ് ടു സോളാർ സിസ്റ്റം. ഇനി സോളാർ സിസ്റ്റത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. വാട്ട് സൈറ്റ് ക്യാൻ വി സീ ദേ? എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? വ്യൂ ദ മാർവൽസ് ഓഫ് ദ സ്കൈ യൂസിങ് സ്റ്റെലേറിയം ആൻഡ് റൈറ്റ് ഡൗൺ യുവർ എക്സ്പീരിയൻസ് ഇൻ എൻവയറമെന്റൽ സയൻസ് ഡയറി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്റ്റെലേറിയം ആപ്പ്, നമുക്ക് സ്റ്റെലേറിയം ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയും അവരുടെ പൊസിഷൻസും അവരുടെ ഓരോ ഉപഗ്രഹങ്ങളെയും സാറ്റലൈറ്റ്സിനെയും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നൈറ്റ് സ്കൈ ഒന്ന് വാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വാച്ച് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത് അത് നിങ്ങൾ ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മൂൺ സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്. അപ്പോൾ എർത്തിന്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ് അല്ലേ? ഡു യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ മൂണിനെ ആകാശത്ത് കാണാറില്ലേ? വാട്ട് ഡസ് ഇറ്റ് ഹാവ് ദ സെയിം ഷേപ്പ് എവറി ഡേ ഇൻ ദ സ്കൈ? മൂണിന് എല്ലാ ദിവസവും ഒരേ ഷേപ്പ് തന്നെയാണോ ഉള്ളത്? അല്ല അല്ലേ, അത് മാറിക്കൊണ്ടേയിരിക്കും. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും ഇതിന്റെ റീസൺ? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. മെറ്റീരിയൽസ് റിക്വയർഡ്: എ സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ്, ബോൾ ഓർ ലെമൺ, ടോർച്ച് ഓർ മിറർ ആൻഡ് ത്രെഡ്.
Procedure: take a square cardboard box, make 3 holes, each having 3 centimeter size at the center of all the 4 sides of the box. Hang a ball or lemon of about 3 centimeter size in the center of the box. Light up the ball or lemon using a torch or mirror. Observe the observe through the other holes. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴെ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു സ്ക്വയർ ബോക്സ് എടുക്കുക. ഈ ബോക്സിന്റെ എല്ലാ സ്ഥലങ്ങളിലും എന്തിടണം? ഹോൾസ് ഇടുക. ഈ ഹോൾസ് ഇട്ടിട്ട് ഉള്ളിൽ ഒരു ബോളോ ലെമണോ കെട്ടിത്തൂക്കുക. ഈ ഈ 3 സെന്റിമീറ്റർ വരുന്ന ബോൾ അല്ലെങ്കിൽ ലെമൺ കെട്ടിത്തൂക്കുക. അതിനുശേഷം അതിന് ലൈറ്റ് ടോർച്ച് വെച്ചിട്ട് ആ ബോളിൽ ടോർച്ച് അടിക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രോ യുവർ ഒബ്സർവേഷൻ. നമ്മുടെ ഒബ്സർവേഷൻ ആണ് ഇതിനകത്ത് എഴുതേണ്ടത്. ആദ്യത്തെ ഹോളിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, രണ്ടാമത്തെ ഹോളിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, മൂന്നാമത്തെ ഹോളിൽ കൂടി കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഉള്ളത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാം വരച്ചു വെക്കണം. അപ്പോൾ ഇത് താഴെ നമുക്ക് തന്നിട്ടുള്ള ഫേസസ് ഓഫ് മൂൺ എന്ന് പറഞ്ഞ ആ ഒരു പിക്ചർ കണ്ടില്ലേ? ത്രൂ വിച്ച് ഹോൾ ക്യാൻ യു സീ ദ മൂൺ കംപ്ലീറ്റ്ലി? ഏത് ഹോളിൽ കൂടിയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ബോളിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഹോളിൽ നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പം നമ്മളോട് ഈ ഒരു പിക്ചർ, ഫേസ് ഓഫ് മൂണിന്റെ പിക്ചർ ആണ് അവിടെ വരയ്ക്കേണ്ടത്. റൈറ്റ് ദ ഫുൾ റീസൺ ഫോർ ഫുൾ മൂൺ ഡേ. ഇനി ഫുൾ മൂൺ ഡേയുടെ റീസൺ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദ ഫുൾ മൂൺ ഈസ് ദ ഡേ ഇൻ വിച്ച് ദ എൻറ്റയർ illuminated part of the moon is visible from the earth. ഇപ്പം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ചന്ദ്രന്റെ മുഴുവൻ ഭാഗവും ഫുള്ളായിട്ട് നമുക്ക് പ്രകാശത്തോടെ കാണാൻ സാധിക്കുന്ന ആ ഒരു ദിവസത്തെയാണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ലെറ്റ് us examine the position of the sun, earth and the moon on the full moon day. ഇനി ഫുൾ മൂൺ ഡേയിൽ നമുക്ക് എങ്ങനെയാണ് സണ്ണും മൂണും എർത്തും തമ്മിലുള്ള ആ ഒരു പൊസിഷൻസ് വരുന്നതെന്ന് നോക്കാം. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. എർത്ത് നടുക്കും സണ്ണും മൂണും രണ്ട് സൈഡിലും ആയിട്ടുള്ളതാണ് ആ ഒരു പിക്ചർ. ഇത് എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുന്ന ആളുകൾ മൂണിൻ്റെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സൈഡ് കാണും. സണ്ണിൻ്റെ ലൈറ്റ് പോയി വീണ് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഫുൾ മൂണായിട്ടിരിക്കും. ഫുൾ മൂണാണ് നമ്മൾ കാണുന്നത്. When the earth is in between the sun and the moon, the illuminated part of the moon is facing the earth. അപ്പോൾ ഈ പ്രകാശിക്കുന്ന ഭാഗം ഭൂമിയുമായിട്ട് നേർരേഖയിലായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. അതിന് രണ്ടാമത്തെ പിക്ചർ നോക്കുക. മൂണാണ് എർത്തിൻ്റെയും സണ്ണിൻ്റെയും നടുക്ക് വരുന്നത്. ആ സമയത്ത് ഭൂമിയുടെ തന്നെ നിഴല് കാരണം നമുക്ക് മൂണിനെ കാണാൻ പറ്റില്ല. സണ്ണിൻ്റെ ലൈറ്റ് വന്ന് വീഴുന്ന വശം പ്രകാശിച്ച് നിൽക്കും. പക്ഷെ ആ പ്രകാശിച്ച് നിൽക്കുന്ന വശം നമുക്ക് കാണാൻ സാധിക്കില്ല ഭൂമിയുടെ നിഴല് കാരണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ എന്ന് പറയുന്നത്. വെൻ ദ മൂൺ ഈസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദി എർത്ത്, ദ നോൺ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഫേസിങ് ദ എർത്ത് അപ്പിയേഴ്സ് ഡാർക്ക്. ഇപ്പോൾ പ്രകാശമില്ലാത്ത ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അത് ഇരുട്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് കറുത്ത സ്കൈയിൽ ഇരുട്ടായിട്ടുള്ള ഭാഗം കാണുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രകാശം കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ന്യൂ മൂണായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ദ ഡേ ഇൻ വിച്ച് ദ മൂൺ ഈസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ഈസ് കോൾഡ് ന്യൂ മൂൺ ഡേ. ഇപ്പം ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനേ സാധിക്കില്ല മൂണിനെ. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ മൈ എൻവയറമെന്റൽ ഡയറി. അപ്പോൾ റീസൺസ് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ ആ പിക്ചറും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഒബ്സർവ് ദ മൂൺ ഫ്രം ദ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. ട്രൈ ടു ഒബ്സർവ് ദ മൂൺ അറ്റ് ദ സെയിം ടൈം എവറി ഡേ. ഡ്രോ ദ ഷേപ്പ് ഓഫ് ദ മൂൺ സീൻ ഇൻ ഈച്ച് നൈറ്റ്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു 10 ദിവസം മൂണിനെ ഒബ്സർവ് ചെയ്യാനാണ്. എപ്പോഴാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? 8 മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും ആ സെയിം ടൈമിന് വേണം ഒബ്സർവ് ചെയ്യാൻ. ഷേപ്പ് നിങ്ങൾ ഏത് ഷേപ്പാണോ കാണുന്നത് ആ ഷേപ്പ് നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു കെൻ ഒബ്സർവ് ദ മൂൺ യൂസിങ് ദ സ്റ്റെലേറിയം ആപ്പ് ഓൾസോ. സ്റ്റെലേറിയം ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ടു ദ മൂൺ ഒബ്സർവ് ദ പിക്ചർ. ഇനി നമുക്ക് 4 പിക്ചർ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാമാണ് നമുക്ക് ഈ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് പിക്ചർ നമുക്ക് നീൽ ആംസ്ട്രോങ്ങിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിട്ടുള്ള അപ്പോളോ 11 ഇവർ നീൽ ആംസ്ട്രോങ്ങും 3 പേരാണ് പോയിട്ടുള്ളത്. യൂറി ഗാഗറിനും നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും. അങ്ങനെ 3 പേര് പോയി അവിടെ മൂണിൽ അവർ ലാൻഡ് ചെയ്തു. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. അവിടെ ഒരു USA
ഫ്ലാഗും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ തിരിച്ചു വന്നത്. നെക്സ്റ്റ് ലൂണാർ സർഫസ് ആണ് അടുത്ത പിക്ചർ. ലൂണാർ സർഫസ് എന്ന് പറഞ്ഞാൽ ചാന്ദ്രോപരിതലമാണ്, ചന്ദ്രന്റെ ഉപരിതലമാണ് ഇത്. ഇവിടെ കുറേ ക്രേറ്റേഴ്സ് ഉണ്ട്. ക്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുഴികളാണ്, ഈ ഉൽക്കകൾ വന്ന് വീണുണ്ടാകുന്ന കുഴികളാണ് ഈ കാണുന്നത്. ഇനി അടുത്ത പിക്ചർ തന്നിട്ടുള്ളത് അപ്പോളോ 11 ഒരു പിക്ചറാണ്. അപ്പോളോ 11 ഈ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളായ നീലാംസ്ട്രോങ്ങും ആൽഡ്രിനും ഒക്കെ പോയി അവിടെ ലാൻഡ് ചെയ്തത് ഈ ഒരു പേടകത്തിലാണ്. അപ്പോളോ 11 എന്നാണ് ഇതിന്റെ പേര്. ഇനി അടുത്ത പിക്ചർ തന്നിട്ടുള്ളത് നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ആണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറും റോവറും ഉണ്ട്. ലാൻഡർ വിക്രമും റോവറും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതെല്ലാം നമുക്ക് പിക്ചറായിട്ട് എടുത്തിട്ട് നമുക്കതൊരു ആൽബം ഉണ്ടാക്കി വെക്കാം. ഡു യു സെലിബ്രേറ്റ് മൂൺ ഡേ ഇൻ യുവർ സ്കൂൾ? അപ്പൊ നമ്മൾ ചാന്ദ്രദിനം സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? ഉണ്ടല്ലേ. എന്നാണ് ചാന്ദ്രദിനം? ജൂലൈ 20th നമ്മൾ മൂൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൂൺ ഡേ നിങ്ങളുടെ സ്കൂളിലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വാട്ട് ആക്ടിവിറ്റീസ് വെയർ ക്യാരിഡ് ഔട്ട് ഇൻ യുവർ സ്കൂൾ റിലേറ്റഡ് ടു മൂൺ ഡേ? കളക്ട് ഡീറ്റെയിൽസ് ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളുടെ സ്കൂളിൽ ചെയ്തത് LP സെക്ഷന് മൂണിന്റെ പിക്ചർ വരക്കാനായിരുന്നു. U3 LPയുടെ തന്നെ 3rd 4th നമ്മൾ ചെയ്തിട്ടുള്ളത് വേസ്റ്റ് പ്രോഡക്ട്സ് കൊണ്ടിട്ട് നമ്മൾ മൂണിന്റെ സർഫസ് ഉണ്ടാക്കാനായിരുന്നു, ലൂണാർ സർഫസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. പിന്നെ ഹയർ ക്ലാസ്സിന് നമുക്ക് ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഡിഫറെന്റ് സെക്ഷൻസ് എന്തെല്ലാമായിരുന്നു അതിനെപ്പറ്റിയുള്ളൊരു സെമിനാർ ആയിരുന്നു. പിന്നെ ഒരു ചന്ദ്രദിന ക്വിസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റസ് ഒബ്സർവ് ദ മൂൺ ഇൻ ദ നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ. ഇനി അടുത്ത ഫുൾ മൂൺ ഡേ നമ്മൾ മൂണിനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. യൂസ് ബൈനോക്കുലേഴ്സ് ടു ഒബ്സർവ് ദ മൂൺ. മൂണിനെ നോക്കാൻ വേണ്ടി ബൈനോക്കുലേഴ്സ് കൂടി യൂസ് ചെയ്യുക. ശബ്ദം കുറച്ച് റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ മൈ എൻവയറമെന്റൽ സയൻസ് ഡയറി. ഇപ്പൊ സയൻസ് ഡയറിയിൽ നമ്മൾ ഇതെല്ലാം നമ്മുടെ ഒബ്സർവേഷൻ ഒക്കെ എഴുതുക. ദ മൂൺ ഈസ് ദ ഓൺലി സെലസ്റ്റിയൽ ബോഡി ദറ്റ് ഹ്യൂമൻസ് ഹാവ് എവർ സെറ്റ് ഫുട്ട് ഓൺ. അപ്പം ആകെ മൂണിൽ മാത്രമാണ്, മൂണാണ് ഒരേ ഒരു ആകാശഗോളം മനുഷ്യർ കാലുകുത്തിയിട്ടുള്ള ഒരേ ഒരു, മനുഷ്യന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരേ ഒരു ആകാശഗോളം മൂണാണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദിയർ ആർ മെനി ഹിൽസ് ആൻഡ് ക്രേറ്റേഴ്സ് ഓൺ ദ മൂൺ. അപ്പൊ മൂണിന്റെ ഉപരിതലത്തിൽ, ചന്ദ്ര ഉപരിതലത്തിൽ കുറെ ക്രേറ്റേഴ്സ് ഉണ്ട്. ക്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുഴികളാണ്, ഉൽക്കവീനുണ്ടായ കുഴികളും ഹിൽസ് കുന്നുകളും ഉണ്ട്. ഈവൻ ടുഡേ എഫേർട്സ് ആർ ബീങ് മെയ്ഡ് ബൈ മാൻ ടു നോ മോർ അബൌട്ട് ദ മിസ്റ്ററീസ് റിലേറ്റഡ് ടു മൂൺ. അപ്പൊ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിഗൂഢതകൾ അറിയുന്നതിന് വേണ്ടി, കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. അപ്പൊ അത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ കോൾഡ്? സെലനോളജി ആണ്. ദ സ്റ്റഡി ഓഫ് സർഫസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മൂൺ ഈസ് കോൾഡ് സെലനോഗ്രാഫി. ഭൗമ ഉപരിതലത്തിനെ കുറിച്ചും അതിന്റെ പ്രതലത്തിനെ കുറിച്ചും അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഭൗതിക ഘടകങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഇതിന്റെ പേരാണ്, സയൻസിന്റെ പേരാണ് സെലനോഗ്രാഫി എന്ന്. സെലനോഗ്രാഫി. കാലണ്ടർ. ഇനി അടുത്തത് കലണ്ടറുകളാണ്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദ കലണ്ടർ? കലണ്ടറിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ഡേറ്റ് നോക്കണം അല്ലെ, ഡേറ്റ് നോക്കാം, മാസം നോക്കാം, അതിനൊക്കെയാണ് കലണ്ടർ ഉപയോഗിക്കുന്നത്. നക്ഷത്രങ്ങളും നോക്കാം. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഇംഗ്ലീഷ് മന്ത്സ് യൂസിങ് ദ കലണ്ടർ ഇൻ യുവർ ക്ലാസ് റൂം. ഇനി നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളുടെ പേര് എഴുതാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇൻ വിച്ച് മന്ത് ഓഫ് ഇംഗ്ലീഷ് കലണ്ടർ ഡസ് ടുഡേ ഒക്കെ? അപ്പൊ ഇന്ന് ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് 9-ാം തീയതിയാണ്, നവംബർ 9 ആണ്. ലൈക്ക് വൈസ് യു നോ ദാറ്റ് ദർ ആർ മലയാളം മന്ത്സ് ഓൾസോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ആണ് എഴുതേണ്ടത്, ഈ ലെസൺ എടുത്ത ഡേറ്റ്. മലയാളം മാസം എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മലയാള മാസങ്ങൾ നമുക്കറിയാം അല്ലേ. ലെറ്റ് us sing a song including the names of മലയാളം മന്ത്സ്. ഇപ്പൊ മലയാള മാസങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാട്ടാണത്. മന്ത്സ് ആൻഡ് റെയിൻ. മാസങ്ങളും മഴയും. ചിന്നി ചിന്നി ചിങ്ങമഴ, മിന്നി മിനുങ്ങി കന്നിമഴ, തൂക്കം നോക്കി തുലാമഴ, വൃശ്ചികമായാൽ കുളിരുമഴ, ധനുമകരത്തിൽ മഞ്ഞുമഴ, കുംഭം മീനം ആവിമഴ, മേടം നീട്ടി പുതിയ മഴ, മേടം നേടി പുതിയ മഴ, പുതുവർഷത്തിൻ ഹർഷമഴ, ഇടിപൊടി ഇടിപൊടി ഇടവമഴ, ദിമിദിമി തദ്ദിമി മിഥുനമഴ, തക്കിട തരികിട
കർക്കിടകം, തിരിമുറിയാത്തൊരു വികൃതി മഴ. ഇപ്പം മഴപ്പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. വിച്ച് ആർ ദ മന്ത്സ് മെൻഷൻ ഇൻ ദിസ് റെയിൻ സോങ്? ഈ മഴപ്പാട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള മാസങ്ങൾ ഏതെല്ലാമാണ്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഈ 12 മാസങ്ങളാണ് അല്ലേ? ദീസ് ആർ ദ മലയാളം മന്ത്സ് ദാറ്റ് കം അണ്ടർ ദ കൊല്ലവർഷ കലണ്ടർ. ഇതാണ് 12 മാസങ്ങൾ. കൊല്ലവർഷ കലണ്ടറിലുള്ള 12 മാസങ്ങളാണ് ഈ മലയാള മാസങ്ങൾ. നെയിം ദ മലയാളം മന്ത്സ് ബൈ റെഫറിങ് ദ കലണ്ടർ. കലണ്ടർ നോക്കി മലയാള മാസങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇൻ വിച്ച് മന്ത് ഓഫ് കൊല്ലവർഷം കലണ്ടർ ഡസ് ടുഡേ ഒക്കെ. അപ്പൊ ഈ ദിവസം ഏത് മാസത്തിലാണുള്ളത്? വൃശ്ചിക മാസത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂബി ആൻഡ് സൂര്യ. അപ്പൊ ജൂബിയും സൂര്യയും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം. ജൂബി, ഇറ്റ് ഈസ് മാർക്ഡ് ആസ് ശകവർഷം ഇൻ ദിസ് കലണ്ടർ. അപ്പൊ ഈ കലണ്ടറിൽ ശകവർഷം എന്നാണ് എഴുതിയിട്ടുള്ളത്. യെസ് സൂര്യ, ഹിജ്റ വർഷം ഈസ് ഓൾസോ മാർക്ഡ് ഹിയർ. ഇവിടെ ഹിജ്റ വർഷവും മാർക്ക് ചെയ്തിട്ടുണ്ട്, ശകവർഷവും മാർക്ക് ചെയ്തിട്ടുള്ള. അപ്പൊ ശകവർഷം എന്താണ്, ഹിജ്റ വർഷം എന്താണ്? Let's examine the numbers in a column of the calendar for the months of 2025 to clarify the doubts of Jubi and Surya. ഇപ്പൊ ജൂബിയുടെയും സൂര്യയുടെയും ഈ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി നമുക്ക് ഒരു ഡേറ്റ് എടുക്കാം. വിച്ച് ഈസ് ദ ഡേറ്റ് ഇൻ ദ കോളം ഗിവൺ എബവ്? ഡേറ്റ് ഏതാണ്? 24 അല്ലെ? 24 ആണ് ഡേറ്റ്. വിച്ച് ആർ ദ അതർ നമ്പേഴ്സ് ഇൻ ദ കോളം? ഇതിനകത്ത് മറ്റുള്ള നമ്പേഴ്സ് ഏതെല്ലാമാണ്? 2ഉം 8ഉമാണ് മറ്റുള്ള നമ്പേഴ്സ്. പിന്നെ ഒരു 3ഉം ഉണ്ട്. 2ഉം 3ഉം 8ഉം. ഇംഗ്ലീഷ് കലണ്ടർ 24 ഇംഗ്ലീഷ് കലണ്ടർ, അതായത് ഗ്രിഗോറിയൻ കലണ്ടറിലെ 2025 നവംബർ ആണ്. ഇനി 8 എന്നുള്ളത് കൊല്ലവർഷം 1201 വൃശ്ചികം. വൃശ്ചികം 8ആണ്. അത് 1201 ഒന്നാമത്തെ വർഷം വൃശ്ചികം. കൊല്ലവർഷം 1201 വൃശ്ചികം 8ആണ്. 8 എന്നുള്ള കാണിച്ചിരിക്കുന്നത്. 3 എന്നുള്ളത് ശകവർഷമാണ്. 1947 അഗ്രഹായന എന്നുള്ള മാസത്തിൽ ഉള്ള ശകവർഷമാണ്. ഇനി ഹിജ്റ ഇയർ ആണ് 2ൽ കൊടുത്തിരിക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കുന്നത് ഹിജ്റ ഇയറിലുള്ള ദിവസമാണ്. 1447 ജമാദുൽ അഖിർ എന്ന മാസമാണ്. മാസത്തിന്റെ പേരാണ് ജമാദുൽ അഖിർ. അപ്പൊ ഇത് ഹിജ്റ ഇയർ എന്ന് പറഞ്ഞാൽ ഹിജ്റ വർഷം, ശക ഇയർ എന്ന് പറഞ്ഞാൽ ശകവർഷമാണ്. The other numbers given in smaller font size in the column of English calendar represent the day in കൊല്ലവർഷം, ശക ഇയർ ആൻഡ് ഹിജ്റ ഇയർ. ഹിജ്റ വർഷത്തിലും ശകവർഷത്തിലും ഉള്ള ഡേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ടുഡേസ് ഡേറ്റ് ഇൻ ദ കലണ്ടർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡേറ്റും ഡേയും ഒക്കെ എഴുതാനാണ്. 2025 നവംബർ ആണ് ഡേ. എനിക്കറിയില്ല, നിങ്ങളുടെ ഡേ എഴുതുക. വൃശ്ചികം, മകരശീർഷമാണ് മാസം. ജ ആഗിറാണ് അടുത്ത മാസം ഇവിടെ തന്നിട്ടുള്ളത്. ഇനി മാർക്ക് ട്രൂ ഓർ ഫോൾസ് യൂസിങ് ദ സിമ്പിൾസ്. ഈച്ച് കലണ്ടർ ഹാസ് മന്ത്സ് വിത്ത് ഡിഫറെന്റ് നെയിംസ്. ഓരോ കലണ്ടറിനും ഓരോ മാസങ്ങളുടെ പേര് വ്യത്യാസമായിരിക്കും. അതെ, ഓരോ കലണ്ടറിനും മാസങ്ങളുടെ പേര് വ്യത്യാസമുണ്ട്. നമ്പർ ഓഫ് മന്ത്സ് ഇൻ കൊല്ലവർഷ കലണ്ടർ ആൻഡ് ഗ്രിഗോറിയൻ കലണ്ടർ ആർ ഡിഫറെന്റ്. മാസങ്ങൾ കൊല്ലവർഷത്തിലെ മാസവും ഗ്രിഗോറിയൻ കലണ്ടറിലെ മാസവും മാസത്തിന്റെ എണ്ണവും വ്യത്യാസമാണെന്ന്. ഇല്ല, 2നും 12 മാസങ്ങളാണ് ഉള്ളത്. ശക ഇയർ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് കൊല്ലവർഷം, അനദർ നെയിം ഓഫ് കൊല്ലവർഷം. കൊല്ലവർഷത്തിന്റെ മറ്റൊരു പേരാണ് ശകവർഷം. അല്ല, ശകവർഷം എന്ന് പറഞ്ഞാൽ കൊല്ലവർഷത്തിന്റെ മറ്റൊരു പേരല്ല. ഇംഗ്ലീഷ് കലണ്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രിഗോറിയൻ കലണ്ടർ. ഇംഗ്ലീഷ് കലണ്ടറിന്റെ മറ്റൊരു പേരാണ് ഗ്രിഗോറിയൻ കലണ്ടർ. അയ്യോ, അത് ശരിയാണ്. ഇംഗ്ലീഷ് കലണ്ടറിന്റെ മറ്റൊരു പേരാണ് ഗ്രിഗോറിയൻ കലണ്ടർ. മലയാളം മന്ത്സ് കം അണ്ടർ കൊല്ലവർഷം. ഇത് ടിക്കാണ്. മലയാളം ഇയർ കൊല്ലവർഷമായിട്ടാണ് വരുന്നത്. അതെ, കൊല്ലവർഷമായിട്ടാണ് വരുന്നത്. യൂസിങ് ദ കലണ്ടർ ഓഫ് കറണ്ട് ഇയർ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ മന്ത്സ് ഓഫ് ഇംഗ്ലീഷ് കലണ്ടർ ആൻഡ് കൊല്ലവർഷം. കൊല്ലവർഷത്തിന്റെയും ഇംഗ്ലീഷ് കലണ്ടറിന്റെയും മാസങ്ങളിൽ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. ശകവർഷ കലണ്ടർ ഭാരതത്തിൽ ഭാരതത്തിൽ സാധാരണ ഏൻഷ്യൻ്റ് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന കലണ്ടർ ലൂണാർ കലണ്ടർ ആയിരുന്നു. അതായത് മൂണിൻ്റെ മൂവ്മെൻറ്റും മൂണിൻ്റെ പൊസിഷൻസും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന കലണ്ടർ ആയിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം 78 CE ഗ്രിഗോറിയൻ കലണ്ടറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ലൂണി സോളാർ കലണ്ടർ എന്നുള്ള
ഒരു രീതിക്കാണ് ഈ ശക ഇറ അല്ലെങ്കിൽ ശക വർഷ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു ലൂണി സോളാർ കലണ്ടർ സിസ്റ്റമാണ്. അതായത് മൂണിൻ്റെയും സണ്ണിൻ്റെയും പൊസിഷൻ വെച്ചിട്ടാണ് ഇതിനകത്ത് ഡേറ്റ്സും വാല്യൂസും ഒക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് ഹിന്ദുസിൻ്റെ ഫെസ്റ്റിവൽസും സെറിമണി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സണ്ണിൻ്റെയും മൂണിൻ്റെയും സ്ഥാനങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശകവർഷ കലണ്ടർ സണ്ണിൻ്റെയും മൂണിൻ്റെയും കൂടി പൊസിഷൻ നോക്കിയാണ് ചെയ്യുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ സോളാർ കലണ്ടറാണ്. സൂര്യൻ്റെ മാത്രം പൊസിഷൻസും അതിൻ്റെ ഇതും നോക്കിയിട്ടാണ്, മൂവ്മെൻറ്റ്സും നോക്കിയിട്ടാണ് നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടറും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഗ്രിഗോറിയൻ കലണ്ടറിന് മാച്ച് ആകുന്ന രീതിയിൽ 12 മാസങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ശകവർഷത്തിന് കലണ്ടറും ഉണ്ടാക്കിയിട്ടുള്ളത്. ചൈത്ര, വൈശാഖ, ജ്യേഷ്ഠ, ആഷാഢ, ശ്രാവണ, ഭദ്ര, അശ്വിനി, കാർത്തിക, അഗ്രഹായന, പൗഷ, മാഘ, ഫൽഗുണ എന്നിങ്ങനെ 12 മാസങ്ങളാണ് നമുക്ക് ഈ ശകവർഷ കലണ്ടറിലും ഉള്ളത്. ഇംഗ്ലീഷ് കലണ്ടർ ആൻഡ് കൊല്ലവർഷ കലണ്ടർ രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എഴുതാം. അതിൽ ഏതെല്ലാം മാസങ്ങളിൽ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ബ്ലൂ കൊണ്ട് എഴുതിയിരിക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അത് സോളാർ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ ഇംഗ്ലീഷ് കലണ്ടറാണ്. ഇംഗ്ലീഷ് കലണ്ടറിലുള്ള മാസങ്ങൾ കലണ്ടർ നോക്കി എഴുതാൻ 2025 കലണ്ടർ നോക്കി എഴുതിയതാണ്. ഇപ്പുറത്ത് കൊല്ലവർഷത്തിൻ്റെ മാസങ്ങളിൽ നമ്മൾ മലയാള മാസങ്ങളിൽ എഴുതിയിരിക്കുന്ന കലണ്ടർ 31, 31, 30, 29, 29 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എഴുതിയത് ഈ വർഷത്തെ 2025 കലണ്ടറിലുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി ഈ റെഡിൽ എഴുതിയിരിക്കുന്നത് 2026 അടുത്ത വർഷത്തെ കലണ്ടറിൽ നോക്കിയിട്ടാണ് ഈ 31, 30, 30, 29 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള മാസത്തിൽ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ദിവസങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഇത് നോക്കൂ, ചില ദിവസങ്ങളിൽ തുലാം മാസത്തിൽ 30 ദിവസം, രണ്ടും വർഷവും 30 ദിവസമാണുള്ളത്. അതേസമയം വൃശ്ചിക മാസത്തിൽ നോക്കൂ, ഈ വർഷം 29 ദിവസമേ ഉള്ളൂ, പക്ഷെ അടുത്ത വർഷം 31 ദിവസമുണ്ട്. അപ്പോൾ ദിവസങ്ങൾക്ക് മാറ്റം സംഭവിക്കും. നമ്മുടെ മലയാള മാസത്തിൽ ഫിക്സഡ് ആയിട്ട് ഓരോ മാസത്തിലും 30 ദിവസം അല്ലെങ്കിൽ 32 ദിവസം, 30 അല്ലെങ്കിൽ 31 ദിവസം എന്ന് ഇല്ല. അത് മാറിക്കൊണ്ടേയിരിക്കും പൊസിഷൻ അനുസരിച്ചിട്ട്. മൂണിൻ്റെയും സണ്ണിൻ്റെയും പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് ദിവസങ്ങളുടെ എണ്ണം അങ്ങോട്ട് 29 നിന്ന് 32 വരെ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ലെറ്റ്സ് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ കംപ്ലീറ്റഡ് ടേബിൾ. ഇനി ഈ കംപ്ലീറ്റഡ് ടേബിളിൻ്റെ പ്രകാരമുള്ള ചോദ്യങ്ങളാണ്. ഇൻ വിച്ച് മന്ത് ഡസ് മലയാളം ഇയർ ബിഗിൻ? ഏത് മാസത്തിലാണ് മലയാള വർഷം ആരംഭിക്കുന്നത്? ചിങ്ങമാസത്തിലാണ്. വിച്ച് മന്ത് ഇൻ ഇംഗ്ലീഷ് ഇയർ ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്? ഏത് ഇംഗ്ലീഷ് മാസത്തിലാണ് ഏറ്റവും കുറവ് ദിവസങ്ങളുള്ളത്? ഫെബ്രുവരിയിലാണ് അല്ലേ. വിച്ച് മന്ത് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഗ്രിഗോറിയൻ ഇയർ ആൻഡ് കൊല്ലവർഷം? അപ്പോൾ ഈ ഒരു ഞാൻ എഴുതിയിരിക്കുന്ന കലണ്ടർ പ്രകാരം ആകെ 4 മാസങ്ങൾക്കാണ് ഒരേപോലെയുള്ള ദിവസങ്ങളുള്ളത്. 31 ദിവസവും 30 ദിവസവും ഉള്ളത് 4 മാസങ്ങൾക്കാണ്. ഇനിയിപ്പോൾ 2024 കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാസം ഉണ്ടാവുമായിരിക്കും. 6 മാസങ്ങളിൽ ഒരേ ഡേറ്റുകൾ, ഒരേ നമ്പർ ഓഫ് ഡേയ്സ് വരുമായിരിക്കും. ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ 2025 26 കലണ്ടർ നോക്കിയാണ് എഴുതിയത്. അപ്പോൾ അതിൽ രണ്ടിലും 4 മാസങ്ങൾക്ക് മാത്രമാണ് സെയിം നമ്പർ ഓഫ് ഡേയ്സ് വന്നിട്ടുള്ളത്. അത് ജാനുവരി, ജൂൺ, ഒക്ടോബർ, ഡിസംബർ ആണ്. ഇനി ഡിവൈഡ് ദ ക്ലാസ് ഇൻറ്റു 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, കണ്ടക്ട് എ ക്വിസ് ബേസ്ഡ് ഓൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ഈ മലയാളം മാസം എല്ലാം പഠിക്കണം. പറ്റുമെങ്കിൽ ശകവർഷത്തിലുള്ള മാസങ്ങളും പഠിച്ചു വെക്കുക. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ലെറ്റ്സ് അസസ്. ലോജിക്കലി കണക്ട് ദ ടേംസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. സാറ്റലൈറ്റ് ഓഫ് എർത്ത് മൂൺ November 30 days, planet in solar system 8 planets ആണ്. rotation of earth 24 hours, 1 year 365 1/4 days. biggest planet in the solar system Jupiter. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പസിൽ ആൻഡ് പ്രിപ്പയർ യുവർ ഓൺ പസിൽ ഫ്രം ദ യൂണിറ്റ്. ഇനി ഒരു പസിൽ തന്നിട്ടുണ്ട്, അത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പസിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡേ ഇൻ വിച്ച് വി കാൻ സീ ദ മൂൺ, അത് ന്യൂ മൂൺ ഡേ ആണ്. പ്ലാനറ്റ് വിച്ച് ഇസ് ക്ലോസ് ടു ദ എർത്ത് വീനസ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സസ്, അത് റൊട്ടേഷൻ ആണ്. സെലസ്റ്റിയൽ ബോഡീസ് ആർ റിവോൾവ് റൗണ്ട് ദ സൺ ഇൻ എ ഡെഫിനിറ്റ് പാത്ത്, അത് പ്ലാനറ്റ്സ് ആണ്. പ്ലാനറ്റ് ഇൻ വിച്ച് വി ലിവ് എർത്ത്,
ദ മലയാളം മന്ത് ഇൻ വിച്ച് വി സെലിബ്രേറ്റ് വിഷു, മേടം. എ മന്ത് ഇൻ കൊല്ലവർഷം, കൊല്ലവർഷത്തിലെ 5 അക്ഷരങ്ങളുള്ള ഒരു മാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കന്നിയാണ്. ദ മന്ത് ഇൻ വിച്ച് ദ സ്കൂൾ റീഓപ്പൺസ് ഇൻ കേരള, കേരളത്തിൽ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന മാസം ജൂൺ ആണ്. ദ ഫസ്റ്റ് മന്ത് ഇൻ ഗ്രിഗോറിയൻ കലണ്ടർ ജാനുവരി. ദ ഫസ്റ്റ് ഡേ ഇൻ വിച്ച് ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇലിമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ, അത് ഫുൾ മൂൺ ആണ്. എ പ്ലാനറ്റ്, ഏതെങ്കിലും ഒരു പ്ലാനറ്റിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനപ്പോൾ സാറ്റൻ ആണ് എഴുതിയിട്ടുള്ളത്. ദ മൂവ്മെന്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് അറൌണ്ട് ദ സൺ ഈസ് revolution. Satellite of the earth, moon. Celestial body that moves around a planet, satellite. Planets with ring ഉള്ള planet ജൂപ്പിറ്റർ ആണ്. Using the calendar, identify in any one of the months in which the day marked as full moon and new moon. ഫുൾ മൂണും ന്യൂ മൂണും നമ്മുടെ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂ മൂണിനെ വൈറ്റ് കളറായിട്ടും അതെ, ഫുൾ മൂണിനെ വൈറ്റ് കളറായിട്ടും ന്യൂ മൂണിനെ ബ്ലാക്ക് കളറായിട്ടും മാർക്ക് ചെയ്തിട്ടുള്ളത് അമാവാസിയും എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എഴുതി വെച്ചിട്ടില്ലേ ബ്ലാക്ക് കളറുള്ളത്. അതുപോലെ ഫുൾ മൂൺ ഉണ്ട്. ഫുൾ മൂൺ വൈറ്റ് കളറുള്ളത് മൂണിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കലണ്ടറിൽ. ഇനി എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ദ മൂൺ ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദറ്റ് മേക്ക് us വെരി ഹാപ്പി. Study about the moon and journey to the moon are still continuing. Collect information about lunar mission and prepare a magazine. ഒരു മാഗസിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലൂണാർ മിഷനെ പറ്റിയുള്ള മാഗസിനാണ്. അപ്പോൾ അപ്പോളോ 11 കാര്യങ്ങൾ നമുക്ക് എഴുതാം. ചന്ദ്രയാൻ 1, 2, 3 ഇത് 3 കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതിൻ്റെ പിക്ചേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടൊരു ആൽബം, ഒരു മാഗസിൻ ഉണ്ടാക്കാം. കളക്ട് ന്യൂസ് ആൻഡ് പിക്ചേഴ്സ് ഫ്രം ദ മീഡിയ അബൌട്ട് സ്പേസ് മിഷൻ ആൻഡ് പ്രിപ്പയർ ആൻ ഡിജിറ്റൽ ആൽബം. ഇനി മീഡിയയിൽ കണ്ടിട്ടുള്ള ന്യൂസ് ചാനലുകളിലും ന്യൂസ് പേപ്പറിലും കണ്ടിട്ടുള്ള കുറേ ന്യൂസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സുനിത വില്യംസ് തിരിച്ചു വന്ന ആ ഒരു ന്യൂസ്, അതുപോലെ ശുഭാൻഷു ശുക്ല പോയി 14 ദിവസം സ്പേസ് സ്റ്റേഷനിൽ പോയ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ന്യൂസ് നമുക്ക് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്തൊരു ആൽബം ഉണ്ടാക്കാം. കൺസ്ട്രക്ട് മോഡൽസ് ഓഫ് റോക്കറ്റ് യൂസിങ് മെറ്റീരിയൽസ് അറൗണ്ട് us. ഇനി വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിട്ട് നമുക്കൊരു റോക്കറ്റും ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ